നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് വേണം ആ കുടുംബത്തെ മുഴുവൻ ഈശോയിലേക്ക് കൊണ്ട്. നമ്മുടെ വാക്കുകൊണ്ടൊന്നും പറയണ്ട, അവരുടെ അടുത്ത് നിങ്ങൾ ഒരു ഉപദേശവും പറയാനായിട്ട് ആരുടെ അടുത്തും പോകണ്ട. പിന്നെ എൻ്റെ സ്വഭാവം, എൻ്റെ മക്കൾക്ക് പിടിക്കാത്ത വല്ല സ്വഭാവം എനിക്കുണ്ടോ നമ്മൾ ഇവിടെ ഒന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ചിലർക്ക് കാണും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന മുമ്പേ നമ്മൾ പോലും അറിയത്തില്ല എവിടെ നിന്ന് ഈ പൊട്ടിത്തെറി വരുന്നതെന്ന്. ദേഷ്യമാണ്, എടുത്തങ്ങ് ഒട്ടൂറും ഒന്ന് പറയുമ്പോൾ 10 അങ്ങോട്ട്, പിന്നെ അവിടെ കലഹമായി, അത് അതായി ഇതായി. ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ദുഷ്ടാത്മാവിൻ്റെയും ദൈവാത്മാവിൻ്റെയും വസിക്കുന്ന വ്യക്തികളുടെ വ്യത്യാസം. ദുഷ്ടാത്മാവുള്ള അതിനകത്ത് പറയുന്നുണ്ട് കലഹം, വിഗ്രഹാധന, മത്സര്യം, മദ്യപാനം, മധുരോത്സവം, അസൂയ, കോപം, ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടുവരുന്ന ദുഷ്ടപിശാച. അപ്പോൾ ഒരാൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവൻ ഇതിനെ ഇട്ട് കറക്കി കുട്ടിച്ചോറാക്കി വീടിന് തരും. പക്ഷേ നമ്മൾ ആരെങ്കിലുമൊക്കെ 2 കൈയും വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ സാത്താൻ കയറുമോ? ഇപ്പം എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ എന്തില്ല? കുടുംബ പ്രാർത്ഥനയില്ല. ഇപ്പം സീരിയലും നമ്മൾ സമയാസമയം മാറ്റി ഇത് പിന്നെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ചില വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ പ്രാർത്ഥിക്കും. ചില എത്രയും മക്കൾ ഇവിടെ കൗൺസിലിങ്ങിന് അടുത്ത് വരുമെന്നറിയാം, യൂത്ത്. ചോദിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിക്കും, ഇവർ പ്രാർത്ഥിക്കും. എനിക്ക് സമയമുള്ളപ്പോൾ ഞാനിങ്ങ് വരും. ട്യൂഷൻ പഠിപ്പിച്ച് കൂട്ടിയാ അങ്ങ് എത്ര ഡിഗ്രി കുറ്റി എടുക്കാവോ അത്രയും ഡിഗ്രി കുറ്റി എടുപ്പിക്കുക. പക്ഷേ നമ്മൾ വചനത്തെക്കുറിച്ച് എന്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്? ഈ ഒരു ദൈവം, വചനമാകുന്ന ദൈവം നമ്മുടെ കയ്യിലിരുന്നിട്ട് എൻ്റെ മക്കൾക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈശോയെ എത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കണം. ഇത് കർത്താവിന് മുമ്പ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവം ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. എന്നെ ഏൽപ്പിച്ച മക്കൾക്ക് കുഞ്ഞുനാളിലെ കൊടുക്കേണ്ട ഈ പാഠപുസ്തകം കൊടുത്ത പോലെ തന്നെ വചനം അവർക്ക് ഓരോ ദിവസം ഓരോ വചനം അവർക്ക് കൊടുത്ത് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ മക്കൾ ഒരിക്കലും ഏത് ഗുദാമി കൊണ്ടിട്ടാലും ഏത് പാപത്തിൻ്റെ ചെളിക്കുട്ടി പോയാലും ഈ മക്കൾ അതിൽ വീഴുകയില്ല. ഒരു ചെളിക്കുണ്ടി കിടക്കുന്ന താമരപ്പൂ വളർന്ന് അതിനകത്ത് ആ ചെളി ഏശാതെ മനോഹരമായി അതിൻ്റെ സൗന്ദര്യവും മണവും കൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്നത് പോലെ ഏത് ചെളിക്കുണ്ട്, ഏത് പാപം നിറഞ്ഞ അവസ്ഥയിലേക്ക് എൻ്റെ മകനെയോ മകളെ ഇങ്ങനെയുള്ളൊരു വചനം കൊടുത്തിട്ട് വളരുന്ന മക്കൾ ഒരിക്കലും അവരെ തൊടാനായിട്ട് പറ്റുകയില്ല. കാരണം എന്താ? ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.